രാജാക്കാടുന്ന് ചെമ്മണ്ണാർ വഴിക്ക് പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പുഴ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. അതും വേനൽക്കാലങ്ങളിൽ നിറഞ്ഞൊഴുകുന്ന പുഴ. ഈ പുഴ കടന്നായിരുന്നു നേരത്തെ നമ്മൾ ചെമ്മണ്ണാർ പോകുന്നത്. അതിൻ്റെ ഒരു പഴയ പാലമൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഈ പുഴ എവിടുന്നാണ് വന്നതെന്നുള്ള കാര്യം ഞാൻ ഇതിനു മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ സേനാപതി വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആനേറങ്ങൽ ഡാം തുറന്നു വിടുമ്പോഴാണ് ഇവിടെ ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്നത് കേട്ടോ. ഇതിങ്ങനെ ഒഴുകിപ്പോയിട്ട് നമ്മുടെ പൊന്മുടി ഡാമിലേക്കാണ് യോജിക്കുന്നത്. ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് എന്ന് പറയുന്നത് കച്ചറപ്പാലം എന്നാണ്. ഇവിടെ എന്തുകൊണ്ട് അങ്ങനെ പേര് വന്നു എന്നൊന്നും കറക്റ്റ് അറിയത്തില്ല. എന്നാണെങ്കിലും ഇവിടെ നിന്ന് നമ്മൾ ഈ കാണുന്ന കാഴ്ച അടിപൊളിയാണ് അല്ലേ. എന്നാൽ ഇതൊന്നും അല്ല കേട്ടോ, ഇതിന് മനോഹരമായ ഒരു സ്ഥലത്തേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. നമുക്കറിയാം നമ്മുടെ നാട്ടിലും റോട്ടിലും തൊടികളിലും ഒക്കെ നല്ല മാങ്ങ ഇങ്ങനെ പഴുത്ത് തൂങ്ങിക്കിടക്കുന്ന കാഴ്ചയാണ് അല്ലേ. മാങ്ങ സീസണ് ഏതാണ്ട് അവസാനിക്കാറായി. എന്നാൽ ഇടുക്കിയിൽ അങ്ങനെ മാങ്ങയുടെ പേരുള്ള ഒരു സ്ഥലമുണ്ട്, ഒരു ഗ്രാമമുണ്ട്. അങ്ങോട്ടാണ് ഇന്നത്തെ യാത്ര കേട്ടോ. അപ്പോൾ ആ ഗ്രാമത്തിൻ്റെ പേരാണ് മാങ്ങാത്തൊട്ടി എന്ന് പറയുന്നത്. രാജക്കാടിൽ നിന്ന് ചെമ്മണ്ണാർ റൂട്ടിലാണ് ഈ ഗ്രാമം ഉള്ളത് കേട്ടോ. അപ്പം യാത്ര അങ്ങോട്ട് നമുക്ക് ആരംഭിച്ചാലോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റാഗ്രാമൊക്കെ കയറി ഫോളോ ചെയ്ത് കൂടാനും വേണ്ടി മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ ഇന്നത്തെ പുത്തൻ പുതിയ ഈ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഞാൻ അജീഷ്, ഇടുക്കി ചില്ലീസ്. കൂട്ടുകാരെ, നമ്മളങ്ങനെ കച്ചറപ്പാലവും കടന്നിട്ട് നേരെ നമ്മൾ മാങ്ങാത്തൊട്ടി ലക്ഷ്യമാക്കി നമ്മൾ പോവുകയാണ്. ഈ കച്ചറപ്പാലം എന്ന് പേര് വരാൻ കാരണം എന്നാണെന്നൊന്നും കറക്റ്റ് എനിക്കറിയത്തില്ല കേട്ടോ. എന്നാണെങ്കിലും ഓടിട്ട 2 ബിൽഡിങ്ങുകൾ മാത്രമാണ് ഈ പാലത്തിൻ്റെ അടുത്തുള്ളത്. അങ്ങനെ നമ്മൾ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അടുത്തൊരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ചെറിയൊരു കവലയുണ്ട് കേട്ടോ. ഈ മാങ്ങാത്തൊട്ടി യാത്രയിൽ നമുക്ക് ഇങ്ങനെയുള്ള കൊച്ചു കവലകൾ നമുക്ക് ധാരാളം വേണ്ടി കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. ഇതിനൊക്കെ ഒരു പേരുണ്ട്. പേര് ഞാൻ സത്യത്തിൽ മറന്നുപോയി. ഞാൻ എവിടെയെങ്കിലും നോക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ. പക്ഷേ ഈ ഒരു സ്ഥലത്തുണ്ടല്ലോ ഒരു കോളേജുണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ സ്ഥലത്തിൻ്റെ പേര് രസകരമായ ഒരു പേരാണ് കേട്ടോ, ആത്മാവ് സിറ്റി. എങ്ങനെയുണ്ട് ഒന്നുകൂടെ പറയാം, ആത്മാവ് സിറ്റി. അപ്പോൾ ആത്മാവ് സിറ്റിയിലെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ഇടുക്കിയുടെ സിറ്റിയുടെ ഒരു ബഹുത്വം അല്ലേ. അപ്പോൾ അങ്ങനെ യാത്ര ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ റോഡിൻ്റെ ഇരു സൈഡിൽ നമുക്ക് ധാരാളം വീടുകൾ കാണാൻ വേണ്ടി സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് ധാരാളം ഏലത്തോട്ടമാണ് കംപ്ലീറ്റ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു ജംഗ്ഷനിൽ ഇവിടെ നിന്ന് തിരിഞ്ഞു പോയാലാണ് SSM കോളേജിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഈ വഴി ഇങ്ങനെ കയറി പോകണം. ഇവിടെ നമുക്കൊരു ചെറിയ കടകൾ നമുക്ക് കാണാൻ പറ്റും. SSM കോളേജ് രാജാക്കാട് നിന്നാണ്. ഈ മാങ്ങാത്തൊട്ടിയുടെ തൊട്ടടുത്താണ് നമ്മുടെ ഒട്ടാത്തി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നിന്നാണ് സ്വർഗംമേട് കയറി പോകണം കേട്ടോ. അപ്പോൾ അത് നമുക്ക് പിന്നീട് ഒരു ദിവസം നമുക്ക് പോകണം. പിന്നെ ഒത്തിരി ആളുകൾ ഒരുപാട് സ്ഥലങ്ങൾ എനിക്ക് സജഷൻ ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ പെട്രോളിൻ്റെ ഒരു ലഭ്യതക്കുറവും പെട്രോളിൻ്റെ വിലയും വെച്ച് പോകാൻ നമുക്ക് ഒത്തിരി പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്. അപ്പോൾ അതിനെന്നെ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്ന ഒറ്റയൊരു മാർഗ്ഗമുള്ളൂ, വീഡിയോ കണ്ട് സഹായിക്കുക. ചെറിയ കമൻറ്റുകൾ നമ്മുടെ വീഡിയോയ്ക്ക് അത് കയറ്റിയിടുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനും പറ്റും. അങ്ങനെ ഫൈനലി നമ്മളത് മാങ്ങാത്തൊട്ടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമുക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കുറേ അധികം കാഴ്ചകളുണ്ട് കേട്ടോ. നമ്മൾ ഈ മാങ്ങാത്തൊട്ടി ഗ്രാമത്തിലെ ഒരു സ്മാർട്ട് വില്ലേജിൻ്റെ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഈ കാണുന്ന വഴി കൂടെ കയറിപ്പോയാൽ ഒരു ക്ഷേത്രത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ വന്ന വഴി ഇതാണ്. കച്ചറപ്പാലവും ആത്മാവ് സിറ്റിയും ഒക്കെ കടന്ന് രാജക്കാടിൽ നിന്ന് നമ്മൾ യാത്ര ചെയ്തിട്ട് മാങ്ങാത്തൊട്ടി എന്ന് പറയുന്ന സുന്ദരമായിരിക്കുന്ന ആ ഗ്രാമത്തിലേക്ക് എത്തി. ഇവിടെ നിരവധി റിസോർട്ടുകൾ, ഹോം സ്റ്റേ ഒക്കെ ഉണ്ട്. മഴക്കാലമായ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ്. നല്ല കോടമഞ്ഞും നമ്മുടെ ഈ ശരീരത്തിൽ കുത്തി കയറുന്ന രീതിയിലുള്ള തണുപ്പുള്ള ഒരു മേഖലയാണ് മാങ്ങാത്തൊട്ടി കേട്ടോ. ഇപ്പോൾ കാലാവസ്ഥ മാറിയൊന്നും അറിയത്തില്ല. ഞാനൊരു 8 വർഷം മുമ്പ് സ്ഥിരമായിട്ട് വന്നു പോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ മാങ്ങാത്തൊട്ടി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇവിടെ വണ്ടിയൊക്കെ നിർത്താം, എന്നിട്ട് ഈ ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം. നമ്മളങ്ങനെ യാത്ര ചെയ്തിട്ട് മാങ്ങാത്തൊട്ടി എന്ന് പറയുന്ന ഈ ഗ്രാമത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഏതാണ്ട് ഒരു 12 വർഷം മുമ്പ് ഈ മാങ്ങാത്തൊട്ടി വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയല്ലായിരുന്നു, ഒരു സാധാ ഗ്രാമമായിരുന്നു. പക്ഷേ ഇവിടെ എല്ലാം ഇപ്പം വലിയ ബിൽഡിങ്ങുകളും ഒരു വികസനത്തിൻ്റെ പാതയിലാണ് സത്യത്തിൽ ഈ മാങ്ങാത്തൊട്ടി എന്ന് പറയുന്ന ഗ്രാമം കേട്ടോ. ഇവിടെ നമുക്ക് ബാങ്കുണ്ട്, യൂണിയൻ ബാങ്കിൻ്റെ ശാഖയുണ്ട്, അതുപോലെ വില്ലേജ് ഓഫീസുണ്ട്. നമ്മളിങ്ങനെ ഈ വഴിക്കൂടെ നേരെ പോയി കഴിഞ്ഞാൽ ചെമ്മണ്ണാറ് കൂടി നേരെ ഉടുമ്പൻചോലയ്ക്കും അതുപോലെ നെടുങ്കണ്ടത്തിനും നമ്മുടെ
മൂന്നാർ മേഖലയിലേക്കൊക്കെ നമുക്ക് പാസ് ചെയ്ത് പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ മാങ്ങാത്തോട്ടി ഗ്രാമത്തിൻ്റെ വിശേഷങ്ങളോ നമുക്കൊന്ന് കണ്ടാലോ. എൻ്റെ ഒരു ദീർഘകാല ചങ്ങാതിനെ കണ്ടുകൂട്ടി, അതും മാങ്ങാത്തൊട്ടിക്കാരൻ. എത്ര വർഷമായി നമ്മൾ കണ്ടിട്ട്? 4 അല്ല 4-5 വർഷം മേളിലായി. നമ്മുടെ കടയാണോ? സ്വന്തം കട. അപ്പോൾ അതെ, മാങ്ങാത്തൊട്ടി വന്നാൽ ഫുഡ് കഴിക്കാൻ നല്ലൊരു കടയുണ്ട് കേട്ടോ. നല്ല കടയാണോ? എന്നെ ആളുകൾ തെറിയിപ്പിക്കുമോ? ഹോട്ടൽ മാമൻസ്. ഇത് പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ, സുഹൃത്തുക്കളെ കണ്ടപ്പോൾ ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കട ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് മാങ്ങാത്തൊട്ടി ഗ്രാമം എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. യൂട്യൂബ് ചാനലാണ്. അപ്പോൾ ഈ ഗ്രാമത്തിൻ്റെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുക. പേരെന്നേടാ? സജി. എന്താ പേര്? ജസ്റ്റിസ്. എങ്ങനെയുണ്ടോ? ഓട്ടോ ഒക്കെ ഉണ്ടോ? വളരെ മോശം. ഇവിടുന്ന് ഉടുമ്പൻചോല എത്ര കിലോമീറ്റർ ഉണ്ടോ? 15 കിലോമീറ്റർ. ചെമ്മണ്ണാറോ? 5 കിലോമീറ്റർ. ഓക്കെ. അപ്പോൾ ഇവിടെ കുറച്ച് ഓട്ടോറിക്ഷ ചേട്ടന്മാരൊക്കെ ഉണ്ട് കേട്ടോ, ഈ ഗ്രാമത്തിൻ്റെ വേറൊരു സൈഡായിട്ട്. രാജക്കാട് നിന്ന് രാജകുമാരി എന്നിട്ട് ചെമ്മണ്ണാറൊക്കെ പോകുന്ന ബസ്സാണ്. പക്ഷേ ഇവിടെ വന്നിട്ട് ബസ് തിരിച്ചിട്ട് നേരെ ഉടുമ്പൻചോല മേഖലയിലേക്ക് പോകുന്ന ബസ്. നമ്മൾ മാങ്ങാത്തൊട്ടി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു ജംഗ്ഷൻ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് താഴേക്കൊരു വഴി പോകുന്നുണ്ട്. ഈ വഴി ഒരു 10 വർഷം മുമ്പ് ഒരു ചെറിയ ഇടുങ്ങിയ വഴിയായിരുന്നു. ഈ വഴി ശരിക്കും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ രാജകുമാരി രാജക്കാട് റൂട്ടിലേക്ക് കണക്ട് ചെയ്യും. നല്ല വഴിയാണ്, റബ്ബറൈസ്ഡാണ്. ഇതിങ്ങനെ നടുമറ്റം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ചെന്ന് കയറും കേട്ടോ. നമ്മൾ ഈ കാണുന്ന വഴി ശരിക്കും ചെമ്മണ്ണാറിനൊക്കെ പോകുന്ന വഴിയാണ്. ചെമ്മണ്ണാർ ഉടുമ്പൻചോലയൊക്കെ പോകുന്നതാണ്. ഇവിടുന്ന് ഒരു 500 മീറ്റർ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഇടത്തേക്ക് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് രാജകുമാരിക്കും സേനാപതിക്കും ഒക്കെ പോകാനുള്ള വഴിയുണ്ട്. അപ്പോൾ ഈ മേഖലയിലൊക്കെ നമുക്ക് ധാരാളം കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ വൈകുന്നേരമൊക്കെ ആയി കഴിഞ്ഞാൽ ഭയങ്കര വല്ല ജനങ്ങളെ ഇങ്ങനെ ഒത്തുകൂടുന്നൊരു സ്ഥലമാണ് മാങ്ങാത്തൊട്ടി എന്ന് പറയുന്നത്. ഈ മേഖലയിലൊക്കെ കടകളാണ്. ഇതൊരു കുരിശുപള്ളിയാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു CSI ചർച്ചുണ്ട്. അതിൻ്റെ നേരെ മുകളിൽ പിന്നെ ഒരു യാക്കോബറ്റ് ആണോ ഓർത്തഡോക്സ് ആണോ എന്നറിയില്ല, ഒരു ചർച്ചുമുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതുണ്ടോ, ഇതിനോട് ചേർന്ന് തന്നെ വേറൊരു കുരിശുപള്ളി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. നമ്മൾ ഈ കാണുന്ന കുരിശുപള്ളിയുടെ സൈഡിൽ കൂടെ കിടക്കുന്ന ഈ വഴിയില്ലേ, ഈ വഴി ശരിക്കും കാന്തിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നതാണ്. മാങ്ങാത്തൊട്ടിയോട് ചേർത്ത് വായിക്കേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. അവിടെയാണ് ഈ ഗ്രാമത്തിൻ്റെ പള്ളിയൊക്കെ ഉള്ളത്. നമുക്കിത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോകാവേ. നമ്മൾ ഈ കുരിശുപള്ളി കാണുന്നില്ല, ഏതൊരു യാക്കോറ്റ് പള്ളിയുടെ കുരിശുപള്ളിയാണ്. ഇതിൻ്റെ സൈഡിൽ കൂടെ കിടക്കുന്ന വഴി കൂടെ പോയി കഴിഞ്ഞാൽ ആ പള്ളിയിലേക്കും അതങ്ങനെ പോകുന്ന വഴിക്ക് ഒരു CSI ചർച്ച് ഈ കയറുന്ന ജംഗ്ഷനിൽ തന്നെയുണ്ട്. ഇതിങ്ങനെ പോയിട്ട് നമ്മുടെ സേനാപതി രാജകുമാരി റൂട്ടിലേക്ക് യോജിക്കുകയാണ്. അപ്പോൾ ഈ മേഖലയിലൊക്കെ ധാരാളം കടകളുണ്ട്. ഏലം മേഖലയൊക്കെ ആയതുകൊണ്ട് തന്നെ വടത്തിൻ്റെ അങ്ങനെയുള്ള കടകളൊക്കെ ധാരാളം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഞങ്ങൾ കുറച്ച് ചേട്ടന്മാരൊക്കെ ഇരിക്കുന്നുണ്ട്. ചേട്ടാ പേരെന്നേട്ടാ? പേര് ബേബി. എവിടെ? ഈ നാട്ടുകാരനാണോ? ഈ നാട്ടുകാരനാണ്. ഈ കട നമ്മുടെയാണല്ലോ. കട നമ്മുടെയാണല്ലേ. ഈ മാങ്ങാത്തൊട്ടി എന്ന് പേര് വരാൻ കാരണം? മാങ്ങാത്തൊട്ടി ആദ്യ കാലത്ത് ഇവിടെ ഒരു മാവ് ഉപ്പുണ്ടായിരുന്നു. ആദ്യ കാലങ്ങൾ കാരണന്മാരൊക്കെ അങ്ങനെയാണ് മാങ്ങാത്തൊട്ടി പേര് വന്നത്. അന്ന് ഒരു കടയുണ്ടായിരുന്നു. ഇത് എത്ര വർഷം മുമ്പത്തെ ചരിത്രമായിരുന്നു? ഇത് 50 വർഷം മുമ്പ്. ഇവിടെ ശരിക്കും കുടിയേറ്റം നടത്തിയതാണ്. കുടിയേറ്റം നടത്തി തന്നെ കരുതിയത് ആദ്യകാലങ്ങളിൽ അല്ലേ. എത്ര വർഷത്തെ ചരിത്രം ഉണ്ടാവും ഇവിടെ? ഇവിടേക്ക് ഒരു 60 വർഷം 65 വർഷം മാങ്ങാത്തൊട്ടി. ഈ ഇത്രയും ഡെവലപ്പായിട്ട് ഏതാണ്ട് ഒരു 5 വർഷത്തെ അല്ലെങ്കിൽ 10 വർഷത്തിന് ബാക്കിയല്ലേ ഉള്ളൂ? 10-15 വർഷം. 15 വർഷം. ഈ റോഡ് വന്നപ്പോൾ എത്രയും മെച്ചമാണ് അല്ലേ. ചേട്ടൻ്റെ പേരോ? എൻ്റെ പേര് സണ്ണി എന്ന് പറയും. സണ്ണി അല്ലേ. ഈ നാട്ടുകാരൻ തന്നെയാണ്? ഈ നാട്ടുകാരൻ തന്നെയാണ്. അതെ അല്ലേ. ഈ പച്ചക്കറി കട നമ്മുടെയാണ്. ഓക്കെ. ശരി. എത്ര വർഷമായി ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്? ഞാനിവിടെ താമസിക്കാൻ 40 വർഷമായി. അപ്പോൾ അതെ, ഈ ചേട്ടൻ്റെ കടയാണ് ഈ കാണുന്ന പച്ചക്കറി കട. ഹായ്. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു കേട്ടോ മലഞ്ചരക്ക് ഏലമാണ് ചേട്ടാ. ഏല മലഞ്ചരക്ക് കടയുണ്ട്. ഇവിടെ എന്തൊക്കെ സ്ഥാപനമുണ്ട് ചേട്ടാ? ഇവിടെ സ്ഥാപനം യാക്കോറ്റ് പള്ളിയുണ്ട്, കാത്തലിക്സ് പള്ളിയുണ്ട്, CSI പള്ളിയുണ്ട്, വില്ലേജ് ഓഫീസുണ്ട്, പിന്നെ കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ട്, യൂണിയൻ ബാങ്ക് ഉണ്ട്, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസുണ്ട്, പിന്നെ പള്ളിയുണ്ട്, സർക്കാർ ആശുപത്രിയുണ്ട്. തൊട്ടടുത്താണ് സർക്കാർ ആശുപത്രി ഉണ്ട്. പിന്നെ ഒരു ആയുർവേദ ആശുപത്രിയുടെ ഒരു ബ്രാഞ്ച് ഉണ്ട്. പിന്നെ ഒരു LP സ്കൂളുണ്ട്, ഹൈസ്കൂളുണ്ട്. നമ്മൾ ആദ്യം കണ്ട ആ ചെറിയ വഴിയില്ല, ആ വഴി കൂടെ ഇങ്ങോട്ട് കയറി വന്നു കേട്ടോ. അപ്പം ഇത് ശരിക്കും യാക്കോറ്റ് ചർച്ചിൻ്റെ ഒരു
കുരിശ്. അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് ഈ ഗ്രാമത്തിലെ CSI പള്ളി കേട്ടോ. സെൻറ്റ് ജോൺസ് CSI ചർച്ച് എന്നാണ് ഈ പള്ളിയുടെ പേര്. ശരിക്കും നമ്മൾ ഈ മാങ്ങാത്തൊട്ടി ഗ്രാമത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കാണുന്ന ഒരു ചർച്ചാണ്. ഇവിടെ കണ്ടോ ഒരു പഴയ മോഡൽ ബിൽഡിങ് ഇപ്പോഴും അതേപോലെ തന്നെ നിലനിൽക്കുകയാണ് കേട്ടോ. എൻ്റെ അകത്ത് ആളുതാമസം ഉണ്ടോ ഇല്ലോ എന്നൊന്നും അറിയത്തില്ല. ആളുതാമസം ഉണ്ട് അല്ലേ, എന്നാണെങ്കിലും ഒരു നൊസ്റ്റാൾജി നൽകുന്ന ഒരു ബിൽഡിങ് അല്ലേ. അപ്പം നമ്മൾ എൻട്രി ചെയ്തതാണ്. ഇനി ഈ വഴിക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു യാക്കോബൈറ്റ് ചർച്ചും അതുപോലെ തന്നെ നമുക്കൊരു സ്കൂളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പോകുന്ന വഴിക്ക് ഒരു കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ബിൽഡിങ്ങാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു കുഞ്ഞു കടകളൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടിട്ട് നമുക്ക് ഈ ഗ്രാമത്തിലേക്ക് ഒന്നുകൂടെ തിരിച്ചു വന്നാലോ. അരുവിളഞ്ചാൽ പോസ്റ്റ് ഓഫീസ് ഇതുണ്ടോ, ഈ ഒരു ബിൽഡിംഗ് നിങ്ങൾ ശ്രദ്ധിച്ചോണേ. ഇതാണ് സേനാപതി സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഒരു ബിൽഡിങ്ങാണ് നിങ്ങൾ കാണുന്നത്. ഇതിൻ്റെ സൈഡിൽ ഇരിക്കുന്ന ഈ ബിൽഡിങ്ങുണ്ട്. ഈ കാണലാണ് ഈ ഗ്രാമത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മാങ്ങാത്തൊട്ടി എന്നാണ്. അപ്പം ഇതിൻ്റെ മേളിൽ പുതിയതായിട്ട് പണി കഴിപ്പിച്ചൊരു ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ മാങ്ങാത്തൊട്ടി ഗ്രാമം നമ്മൾ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തില്ലേ, സേനാപതി ഗ്രാമപഞ്ചായത്താണ് കേട്ടോ. ഒരു കാലഘട്ടത്തിൽ ഈ സേനാപതി ഗ്രാമപഞ്ചായത്ത് മാങ്ങാത്തൊട്ടിയിലായിരുന്നു. പക്ഷേ എന്നാലും ഇവിടെ നിരവധി സ്ഥാപനങ്ങൾ, ഗവൺമെൻറ്റിൻ്റെ ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങൾ ഈ മാങ്ങാത്തൊട്ടി ഗ്രാമത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ജീവിക്കാനോ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത സ്ഥലമാണ്. മാത്രമല്ല ധാരാളം ബസ് സർവീസും ഉള്ള ഒരു മനോഹരമായ ഒരു ഗ്രാമമാണ് കേട്ടോ. ഫൈനലി നമ്മളങ്ങനെ യാത്ര ചെയ്തിട്ട് നമ്മളെ ചർച്ചിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. മാർ ഗിഗോറിയസ് യാക്കോബേ ചർച്ച് മാങ്ങാത്തൊട്ടി എന്ന് പറയുന്ന സ്ഥലമാണ് നമ്മൾ കാണുന്നത്. എന്നാണെങ്കിലും ഈ ഒരു ഗ്രാമത്തിൻ്റെ ഒരു തിലകക്കുറിയായിട്ട് നിൽക്കുന്ന മറ്റൊരു ചർച്ചാണ്. കുറേയധികം ചർച്ചുകളുള്ള ഒരു നാടാണ്. ഇവിടെ നിന്നാൽ നമുക്ക് നേരെ ഓപ്പോസിറ്റുള്ള മലയിൽ അടിപൊളി ഒരു സ്കൂൾ കാണാൻ പറ്റും. അതൊരു ഫേമസ് സ്കൂളാണ് ഈ ഗ്രാമത്തെ സംബന്ധിച്ച്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇനി ആ സ്കൂളിൻ്റെ സ്ഥലത്തേക്ക് നമുക്ക് യാത്ര ചെയ്യാം അല്ലേ. അങ്ങനെ പള്ളിയുടെ അവിടെ നിന്ന് നമ്മളത് രാജകുമാരി ചെമ്മണ്ണാർ റൂട്ടിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാൽ നമുക്ക് ആദ്യം കണ്ടിരിക്കുന്ന സ്കൂളിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ആ വഴി ഇതാണ് കേട്ടോ. അപ്പോൾ ഈ സ്കൂളിൻ്റെ പേര് സെൻറ്റ് മേരീസ് സെൻട്രൽ സ്കൂൾ എന്നാണ്. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു സ്കൂളാണ്. അങ്ങനെ നമ്മൾ പള്ളിയും സ്കൂളും കണ്ടിട്ട് വീണ്ടും തിരിച്ച് നമ്മൾ ചെമ്മണ്ണാർ റൂട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ ചെല്ലുമ്പോൾ നമ്മുടെ മാങ്ങാത്തൊട്ടിയിൽ നിന്ന് ചെമ്മണ്ണാർ പോകുന്ന ആ റോഡുമായിട്ടാണ് ഇത് ലിങ്ക് ചെയ്യണത്. നമ്മൾ വലത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിന്ന മാങ്ങാത്തൊട്ടിയിലേക്കും, ഇടത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ഒട്ടാത്തി ചെമ്മണ്ണാറൊക്കെ പോകാൻ പറ്റുന്ന വഴിയുമായിട്ട് ഇത് യോജിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ കണ്ടില്ലേ എന്തൊരു ക്ലാസിക് വീടുകളാണെന്ന് നോക്കിയേ. ധാരാളം വീടുകൾ ഈ മേഖലയിലുണ്ട്. അതുപോലെ തന്നെ ഇതൊരു ബിസിനസ് ഹബ്ബാണ് കേട്ടോ. നമ്മൾ ഈ കാണുന്നത് നമ്മൾ മാങ്ങാത്തൊട്ടിയിൽ നിന്ന് വന്ന വഴിയാണ്. അതുപോലെ തന്നെ ഈ പോകുന്ന വഴി നമ്മുടെ ചെമ്മണ്ണാർ ഉടുമ്പൻചോലയൊക്കെ പോകുന്ന വഴിയാണ്. ഇത് നേരെ നമ്മുടെ രാജകുമാരി സേനാപതിക്കൊക്കെ പോകാൻ പറ്റും. അപ്പോൾ ഇതൊരു എളുപ്പ വഴിയാണ് നിങ്ങൾക്ക് രാജകുമാരി സേനാപതി ഒക്കെ ആയിട്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടി കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് തൊട്ടടുത്ത ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഒട്ടാത്തി എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ നിന്നാണ് സ്വർഗംമേട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കയറി പോകുന്നത്. അപ്പോൾ അങ്ങോട്ട് നമുക്ക് പിന്നീട് ഒരു ദിവസം യാത്ര നടത്താം. ശരിക്കും മൂന്നാറും അതുപോലെ നെടുങ്കണ്ട് ഉടുമ്പൻചോലയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഈ മാങ്ങാത്തൊട്ടി വഴി നിങ്ങൾക്ക് പോകുമ്പോൾ താമസിക്കാനുള്ള നിരവധി ഹോം സ്റ്റേകളും റിസോർട്ടുകളും ഒക്കെ ഈ മേഖലയിലുണ്ട് കേട്ടോ. തൊട്ടടുത്ത് തന്നെ കൗണ്ടിയും സ്വർഗംമേടും അതുപോലെ തന്നെ സേനാപതിയും രാജകുമാരിയും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്ക് കാണാനുള്ള സൗകര്യവും ഉണ്ട്. അപ്പോൾ എന്താണെങ്കിലും തിരിച്ച് നമ്മൾ വീണ്ടും മാങ്ങാത്തൊട്ടി ഗ്രാമത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ പോകുന്ന വഴിക്കൊക്കെ ഒരു കാലഘട്ടത്തിൽ വളരെ ചെറിയ കുഞ്ഞു കുഞ്ഞു വീടുകളായിരുന്നു ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നത് കേട്ടോ. എന്നാൽ ഏറത്തിന് വരെ കൊണ്ട് കയറി കഴിഞ്ഞപ്പോൾ ഡെവലപ്പായ ഒരു സ്ഥലമാണ് മാങ്ങാത്തൊട്ടി എന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും. നമ്മളങ്ങനെ ചെമ്മണ്ണാർ ഉടുമ്പൻചോലയിൽ നിന്ന് വരുമ്പോൾ മാങ്ങാത്തൊട്ടിയിലേക്ക് എൻട്രി ചെയ്യുന്ന സ്ഥലം ഇതാണ്. ഇവിടെ നിന്ന് നമുക്ക് ഫുള്ള് കടകളാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് കേട്ടോ. ധാരാളം ചെറിയതും വലുതുമായിട്ടുള്ള കടകൾ, നിരവധി മെഡിക്കൽ ഷോപ്പ് ഉൾപ്പെടെ ഉള്ള ധാരാളം പ്രസ്ഥാനങ്ങൾ, വില്ലേജ് ഓഫീസ്, പള്ളികൾ എല്ലാം ഉള്ള ഒരു സ്ഥലമാണ്.
നമ്മളെ ഗ്രാമത്തിൻ്റെ അവിടുന്ന് നമ്മൾ ഈ കാണുന്ന വഴിക്കൂടെ കുറച്ച് ദൂരം പോയി കഴിയുമ്പോൾ നമുക്ക് ഈ ഗ്രാമത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ അവിടെ എത്താൻ പറ്റും. എൻ്റെ പൊന്നെ ഒരു കിടിലം വൈബുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് ചെന്ന് കയറുമ്പം തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും. എന്താണെങ്കിലും ഇതുവഴി നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ NRCTയിലേക്കൊക്കെ പോകാൻ പറ്റുമെന്നാണ് എനിക്കറിയാൻ വേണ്ടി സാധിച്ചത്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ടെമ്പിളിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. നിന്നെയൊക്കെ കിട്ടിയാലോ കുഴപ്പമില്ലടാവേ. അവധിക്കാലമൊക്കെ തീരാറായല്ലോ അല്ലേ? എല്ലാവരും പഠിക്കാനോടാ? എത്രയൊക്കെ പഠിക്കണേ? +2. പത്തിലേക്ക് 8ലേക്ക്. എന്നാ സ്കൂൾ തുറക്കണേ? ജൂൺ 1 അല്ലേ? എല്ലാവരും എവിടെയാ? രായക്കാടാണോ പഠിക്കണേ? രായക്കട. ഇത് ശരിക്കും ഈ അമ്പലത്തിൻ്റെ പേരെന്നാ? ഇത് മഹാവിഷ്ണു അമ്പലം. മഹാവിഷ്ണു. ഞാൻ ഈ അമ്പലത്തിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോഴേ വൈബായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. നല്ല കോടമഞ്ഞൊക്കെ എപ്പോഴും കിട്ടിയാൽ നല്ല കാറ്റൊക്കെ അടിച്ച് കുറേ നേരം ചിലവഴിക്കാൻ പറ്റിയിരിക്കുന്ന ഒരു പ്ലേസ് തന്നെയാണ് നമ്മൾ ഈ മാങ്ങാത്തൊട്ടിയിലുള്ള അമ്പലത്തിൻ്റെ സൈഡ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കുറേ കൊച്ചു കൂട്ടുകാരന്മാരെ കിട്ടി. കുറേ പേരെയൊക്കെ നമ്മൾ പരിചയപ്പെട്ടു. കുറേ പേരൊക്കെ ക്യാമറയിൽ വരാതെ മുങ്ങുകയും ചെയ്തു കേട്ടോ. എന്നാണെങ്കിലും വൈകുന്നേരങ്ങളിൽ ഫുട്ബോളൊക്കെ കളിക്കുന്ന അല്ലെ അങ്ങനെയുള്ള കളികളിലൊക്കെ ഏർപ്പെടുന്ന കുറച്ച് കൊച്ചു കൂട്ടുകാരുടെ കൂടെ കുറച്ച് നേരം ഞാനും ചിലവഴിക്കാൻ വേണ്ടി ഈ പോർഷനിൽ ഞാൻ ഇരിക്കുകയാണ്. ഇവരുടെ കളിയൊക്കെ കണ്ടിട്ട് നമ്മൾ വീണ്ടും മാങ്ങാത്തൊട്ടി ഗ്രാമത്തിലേക്ക്. ഫൈനലി നമ്മൾ മാങ്ങാത്തൊട്ടി ഗ്രാമത്തോട് ഇവിടെ പറയുകയാണ് കേട്ടോ. ഈ കാണുന്ന വഴിക്കൂടെ നമ്മൾ താഴേക്ക് ഇറങ്ങി പോവുകയാണ്. എന്നിട്ട് ആ കാണുന്ന ചെറിയ മലയുടെ ടോപ്പിലേക്കാണ് കയറി പോകുന്നത് കേട്ടോ. ആ സ്ഥലത്തിൻ്റെ പേരാണ് കാന്തിപ്പാറ എന്ന് പറയുന്നത്. അതായത് മാങ്ങാത്തൊട്ടി ഗ്രാമത്തോട് ചേർത്ത് വായിക്കേണ്ട ഒരു സ്ഥലം തന്നെ. ഈ ഗ്രാമത്തിൻ്റെ പള്ളിയും സ്കൂളും ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കാന്തിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് കേട്ടോ. നമ്മളങ്ങനെ മാങ്ങാത്തൊട്ടിയിൽ നിന്ന് വണ്ടി ഓടിച്ചു വന്നിട്ട് നമ്മളിപ്പം നിലവിൽ മാങ്ങാത്തൊട്ടിയിലുള്ള അല്ലെങ്കിൽ കാന്തിപ്പാറയിലുള്ള സ്കൂളിലാണ് നിൽക്കുന്നത്. സെൻറ്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂള് കാന്തിപ്പാറ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടുന്ന് ഈ വഴി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒട്ടാത്തി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകും. തൊട്ട് താഴെ നമുക്കൊരു ചെറിയ സ്കൂള് കാണാൻ വേണ്ടി സാധിക്കും. ഇതിൻ്റെ ടോപ്പിലാണ് ഈ ഗ്രാമത്തിൻ്റെ ഒരു പള്ളി ഉള്ളത്. അതിങ്ങനെ കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ നമ്മൾ ഈ പള്ളിയുടെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ബയ്യനെ കണ്ടു കേട്ടോ. ബയ്യ പേരെന്താണ്? മാർട്ടിൻ ബ്ലോഗ് എന്ന് പറഞ്ഞ ചാനലുണ്ട്. കേരളമാണോ അതോ ഇവിടുത്തെ വിശേഷം? കേരളത്തിലെ വിശേഷങ്ങളാ? കേരളത്തിലെ. ഓക്കെ, ശരി, താങ്ക് യു. അപ്പോൾ നമ്മൾ കാണാൻ വന്ന പള്ളി ഇതാണ് കേട്ടോ, കാന്തിപ്പാറയുടെ പള്ളി. ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഇവിടെ ഒരു റിസോർട്ടിൻ്റെ കാഴ്ചയുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് ഏതാണ്ട് ഒരു 300 മീറ്റർ പോയാൽ നമുക്ക് പ്ലെയിൻ പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കും കേട്ടോ. അപ്പം മഴയൊക്കെ പെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. നമുക്ക് വീഡിയോ അങ്ങോട്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയും നമ്മുടെ ചാനലൊക്കെ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമൊക്കെ കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയ ആഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കണ്ടുപിട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.